രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി നമ്മൾ പഠിച്ചു. അതിൽ നിന്ന് വരുന്ന ഏത് ചോദ്യത്തിനും ഉത്തരം എഴുതാൻ നമ്മൾ എന്തായി? കൃത്യമായിട്ട് പ്രാപ്തരായി. ഇനി നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലം 1956 മുതൽ 61 വരെയാണ്. എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പീരീഡ് എന്ന് പറയുന്നത്? 1956 മുതൽ 1961 വരെയാണ്. നമ്മൾ ഓരോ പദ്ധതിയും പഠിക്കുമ്പോൾ തൊട്ട് മുൻപുള്ള പദ്ധതിയുമായിട്ട് മനസ്സിലൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയോ 1956 മുതൽ 1961 വരെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? മഹലനോബിസ് മോഡൽ എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഈ പദ്ധതി ഡെവലപ്പ് ചെയ്തത് പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ്. ആരാണ്? പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി പറയുന്നു. 1956 മുതൽ 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. മഹലനോബിസ് മോഡൽ എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് ഈ പദ്ധതി ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് മഹലനോബിസ് മോഡൽ എന്ന് നമ്മൾ ഈ പദ്ധതിയെ അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒരു വ്യാവസായിക പദ്ധതിയാണ്. എന്തുകൊണ്ടാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയ്ക്കാണ് പ്രത്യേക ഊന്നൽ നൽകിയത്. ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി എന്താണ്? കാർഷിക മേഖലയ്ക്കായിരുന്നു പ്രാധാന്യം നൽകിയതെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് വ്യാവസായിക മേഖലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ വ്യാവസായിക പദ്ധതി എന്നാണ് നമ്മൾ പറയുന്നത്. 3 പോയിന്റുകൾ പഠിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലയളവെന്ന് പറയുന്നത് 1956 മുതൽ 1961 വരെയാണ്. പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് ആണ് ഈ പദ്ധതി ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? വ്യാവസായിക പദ്ധതി എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ അറിയപ്പെടുന്നത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു എയിം എന്ന് പറയുന്നത് 4.5% നേട്ടമായിരുന്നു. 4.5% GDP ഗ്രോത്ത് ആയിരുന്നു എയിം ചെയ്തതെങ്കിൽ 4.27% ഗ്രോത്ത് മാത്രമാണ് രണ്ടാം പദ്ധതിക്ക് നേടാൻ സാധിച്ചത്. അപ്പോൾ 1956 1961 രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവെന്ന് പറയുന്നത്. ഇത് മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു വ്യാവസായിക പദ്ധതിയാണ്. 4.5% നേട്ടമാണ് എയിം ചെയ്തത്. 4.27% നേട്ടമാണ് നേടിയത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. 1948 ഇൻഡസ്ട്രിയൽ പോളിസിയെ ഒന്ന് ലൈറ്റപ്പ് ചെയ്ത് അതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് 1956 ഒരു പുതിയ വ്യാവസായിക നയം രൂപപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി മുൻപോട്ട് പോയത്. അപ്പോൾ 1948 ഇൻഡസ്ട്രിയൽ പോളിസിയെ അപ്ഡേറ്റ് ചെയ്ത് 1956 ഒരു പുതിയ വ്യാവസായിക നയം രണ്ടാം പദ്ധതിക്കാലത്ത് അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. 1956 മുതൽ 1961 വരെയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയുടെ ഡെവലപ്മെൻറ്റാണ് ലക്ഷ്യം വെച്ചത്. 4.5% GDP ഗ്രോത്ത് ആഗ്രഹിച്ച അല്ലെങ്കിൽ ലക്ഷ്യം വെച്ച പദ്ധതി 4.27% ഗ്രോത്ത് മാത്രമാണ് നേടിയത്. 1948 വ്യാവസായിക നയത്തിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് 1956 ഒരു പുതിയ വ്യാവസായിക നയം കൊണ്ടുവന്നു. ആ വ്യാവസായിക നയം ലക്ഷ്യം വെച്ചത് എന്താണ്? ഇന്ത്യയുടെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്തിനെയാണ് ലക്ഷ്യം വെച്ചത്. അങ്ങനെ ഇൻഡസ്ട്രിയൽ ഗ്രോത്തും അതുവഴി നാഷണൽ ഇൻകം കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യങ്ങളായിരുന്നു ഈ വ്യാവസായിക നയത്തിനുള്ളത്. ആ വ്യാവസായിക നയം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി വളരെ
അടുത്ത് നിൽക്കുന്നതാണ്. കാരണം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരടിസ്ഥാനമെന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് എന്ത്, 1956 വ്യാവസായിക നയം. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകളൊക്കെ സ്ഥാപിതമായത്. എന്താണ്? ദുർഗാപൂർ, ഭിലായി, റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകളൊക്കെ സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ 1956 ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വരുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ്? ദേശീയ ഹൈവേ ആക്ട് 1956 നിലവിൽ വരുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പുതിയ സാങ്കേതിക വിദ്യയിലൊക്കെ എന്തു കൊടുത്തു? നിക്ഷേപങ്ങളൊക്കെ നടത്തി. വ്യാവസായിക മേഖലയിൽ എന്താണ്? വ്യവസായ മേഖലയിൽ കൂടുതൽ ഉയർന്ന നിക്ഷേപങ്ങൾ കൊണ്ടുവരികയും ചെയ്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദുർഗാപൂർ, ഭിലായി, റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകളൊക്കെ സ്ഥാപിക്കുന്നത്. 1956 ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒപ്പം തന്നെ പുതിയ സാങ്കേതിക വിദ്യയിലെ നിക്ഷേപങ്ങൾ നടത്തുക, വ്യവസായ മേഖലയിൽ ഉയർന്ന നിക്ഷേപങ്ങൾ നടത്തുക, ഇതൊക്കെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ എന്താണ്, പദ്ധതി കാലത്തുണ്ടായ പ്രധാന കാര്യങ്ങളാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ളത്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയും തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വച്ചിരുന്നു. അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, അത് 1957 ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത്. ഒപ്പം 1957 ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായി. 1957 എന്താണ്? ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായി. ഇതിനെ നയിച്ചത് ഹോമി ജെ ഭാഭയാണ്. ഹോമി ജെ ഭാഭ നയിച്ച എന്താണ് 1957 ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ന്യൂക്ലിയർ പവർ ഫീൽഡിലൊക്കെ പരിശീലനം, ജോലി ഇവയ്ക്കായിട്ട് യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ്, അതിനുവേണ്ടി യുവാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുകളും ടാലൻറ്റ് പ്രോഗ്രാമുകളും ഒക്കെ ആരംഭിച്ചതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ്? ന്യൂക്ലിയർ പവർ ഫീൽഡിൽ പരിശീലനം, ജോലി ഇവയ്ക്കായിട്ട് യുവാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്കോളർഷിപ്പ്, ടാലൻറ്റ് പ്രോഗ്രാം എന്നിവയൊക്കെ ആരംഭിച്ചതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ടും വ്യാവസായിക മേഖലയ്ക്കാണ് ഊന്നൽ നൽകിയത്. അതുകൊണ്ട് തന്നെ എന്താണ്, കൃഷിയേക്കാൾ കൂടുതൽ വ്യാവസായിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയതുകൊണ്ട് കാർഷിക പ്രതിസന്ധിക്കൊക്കെയുള്ള സാധ്യതയും അല്ലെങ്കിൽ കാർഷിക പ്രതിസന്ധിയൊക്കെ കൂടുതലായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. ഒന്നാം പദ്ധതി കാലത്ത് നമ്മൾ കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കി. എന്നാൽ രണ്ടാം പദ്ധതി കാലത്ത് അത് പൂർണ്ണമായും വ്യാവസായിക മേഖലയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞതോടുകൂടി കാർഷിക മേഖലയുടെ അവസ്ഥ ശോചനീയമായി തുടങ്ങി. അതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്തുണ്ടായ ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പൂർണ്ണമായും ഒന്ന് പറയുകയാണ്. 1956 ആരംഭിച്ച രണ്ടാം പഞ്ചവത്സര പദ്ധതി 1961 അവസാനിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1956 മുതൽ 1961 വരെയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് 1956 മുതൽ 1961 വരെയാണ്. പൊതുമേഖലയുടെ വികസനം, ദ്രുത വ്യവസായവൽക്കരണം ഇവയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. നാഷണൽ ഇൻകം ഒരു 25% ഒക്കെ ഉയർത്തണം എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. അപ്പോൾ പൊതുമേഖലയുടെ വികസനം, ദ്രുത വ്യവസായവൽക്കരണം എന്നിവയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത്. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി ഒരു വ്യാവസായിക പദ്ധതിയായിരുന്നു. കാരണം വ്യാവസായിക മേഖലയ്ക്കാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. അപ്പം മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. 4.5% നേട്ടം ലക്ഷ്യം വെച്ച പദ്ധതി 4.27% മാത്രമേ ഗ്രോത്ത് നേടിയുള്ളൂ.
രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 1956 വ്യാവസായിക നയം എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. വ്യാവസായിക നയം 1956 അത് കൊണ്ടുവരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദുർഗാപൂർ, ഭിലായി, റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകളൊക്കെ സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്താണ്? ദുർഗാപൂർ, ഭിലായി, റൂർക്കേല സ്റ്റീൽ പ്ലാന്റുകളൊക്കെ സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതോടൊപ്പം രണ്ടാം പദ്ധതി കാലത്ത് 1956 ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വന്നു. എന്താണ്? 1956 ദേശീയ ഹൈവേ ആക്ട് നിലവിൽ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒപ്പം തന്നെ പുതിയ സാങ്കേതിക വിദ്യയിലൊക്കെ നിക്ഷേപം നടത്തി വ്യാവസായിക മേഖലയിലൊക്കെ ഉയർന്ന നിക്ഷേപങ്ങൾ കൊണ്ടുവന്ന് വ്യാവസായിക മേഖലയെ ഉയർത്തുക എന്നതായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ഇതും എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിരുന്നു. മൊത്തത്തിൽ വ്യാവസായിക മേഖലയിൽ കൊണ്ടുവരുന്ന എന്താണ്? വികസനത്തിലൂടെ രാഷ്ട്രത്തിനെ പൂർണ്ണമായും എന്താണ്? വികസനത്തിലേക്ക് എത്തിക്കാം എന്നതായിരുന്നു മഹലനോബിസ് മോഡലിലൂടെ രണ്ടാം പദ്ധതി ലക്ഷ്യം വെച്ചത്. ഖാദി ഗ്രാമവ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ 1957 ആണവോർജ കമ്മീഷൻ സ്ഥാപിതമായതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ന്യൂക്ലിയർ പവർ ഫീൽഡിൽ പരിശീലനം, ജോലി ഇവയ്ക്കായിട്ട് യുവാക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പുകളും ടാലൻറ്റ് പ്രോഗ്രാമുകളും ഒക്കെ ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, രണ്ടാം പഞ്ചവത്സര പദ്ധതി പൂർണ്ണമായിട്ടും ലക്ഷ്യം വെച്ചത് എന്താണ്? വ്യാവസായിക മേഖലയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യം വെച്ചത് കാർഷിക മേഖലയായിരുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക മേഖലയാണ് ലക്ഷ്യം വെച്ചത്. സ്വാഭാവികമായും വ്യാവസായിക മേഖലയിൽ നല്ല രീതിയിലുള്ള വികസനത്തിന് വേണ്ടിയിട്ട് ഫുൾ ശ്രദ്ധ കൊടുത്തപ്പോൾ കാർഷിക മേഖലയിലുള്ള ശ്രദ്ധ ഒന്ന് കുറഞ്ഞു, കാർഷിക പദ്ധതികളിലുള്ള ശ്രദ്ധയൊന്ന് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു കാർഷിക പ്രതിസന്ധിക്ക് വേണ്ടിയിട്ട് നയിക്കുന്നതിനുള്ള കാരണമായിട്ട് മാറി. അപ്പോൾ രണ്ടാം പദ്ധതി പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്തിലാണ്? വ്യാവസായിക മേഖലയിൽ മാത്രമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ആവർത്തിച്ച് 2 പ്രാവശ്യം കേൾക്കുന്നതോടെ നമുക്കിത് എന്താണ് മനസ്സിലാവും. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോഡ് ഡോമർ മാതൃകയാണെങ്കിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്താണ്? മഹലനോബിസ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെ. രണ്ടാം പദ്ധതി എന്താണ്? 56 മുതൽ 61 വരെ. ഒന്നാം പദ്ധതി കാർഷിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തതെങ്കിൽ രണ്ടാം പദ്ധതി വ്യാവസായിക മേഖലയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്.